എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചേന വെച്ചിട്ടുള്ള ഒരു തോരനാണ്. ഒരു 500 ഗ്രാം ചേന തോലൊക്കെ ചെത്തി ചെറുതായി നുറുക്കി 2-3 പ്രാവശ്യം അല്പം വിനീഗർ ഒഴിച്ച് കഴുകിയെടുത്തിരിക്കുന്ന ചേനയാണിത്. ചേനയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ചേന ഇളക്കി കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ നമുക്ക് വെച്ചിരിക്കാം. ഉപ്പിട്ട് ഇളക്കി 10 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ആ ഉപ്പിൻ്റെ ജലാംശം കൊണ്ട് തന്നെ കഷ്ണത്തിൽ ഇതാ കുറച്ച് വെള്ളം കാണുന്നുണ്ടോ? ഈ ഒരു വെള്ളം മാത്രം മതി നമുക്കിത് വേവിച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളയുമ്പോൾ നമ്മൾ ചേനയുടെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു രീതിയിൽ നമ്മൾ തോരൻ തയ്യാറാക്കുന്നത്. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് നമ്മൾ കണ്ടോ വെള്ളം ഇളക്കി വെച്ചപ്പോഴുള്ള വെള്ളമാണ്. ഇനി നമ്മൾ ഈ ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് കുക്കറിൽ 2 വിസിൽ വരുത്തി എടുക്കാം. നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ നോക്കൂ, ജലാംശം ഒട്ടും ഇല്ലാതിരിക്കണം. വേണ്ട ഈ ഒരു പാകമാണ് നമ്മൾക്ക് വെന്ത് കിട്ടുന്നത്. ഇതാ ഉണ്ടോ, ഒട്ടും കളയാതാണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 5 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽ മുളകും ഇട്ട് നന്നായി ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേവിച്ച് ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, ഒട്ടും കുഴയുകയുമില്ല, നന്നായി വെന്ത് നിൽക്കുന്നു. ബാക്കിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തോരനിലേക്ക്, അതായത് ചിലർ ഉലർത്തെന്ന് പറയും, തോരൻ എന്ന് പറയും, ഓരോരുത്തരും ഓരോ പോലെ പറയുന്നു എന്നേ ഉള്ളൂ. ഇതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം പച്ച നാളികേരം ഒരു 20 ഗ്രാം നാളികേരയുടെ ഗുണഗണങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ രുചികരമായ തോരൻ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലെ തോരൻ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.